നമ്മൾ WKB അപ്രോക്സിമേഷൻ കണ്ടു. WKB അപ്രോക്സിമേഷനുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ ഫോർമുല ഉപയോഗിച്ച് ഫുൾ WKB വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതി. WKB അപ്രോക്സിമേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിസേഷൻ കണ്ടീഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, സിസ്റ്റം ബൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ, സിസ്റ്റം ഒരു പൊട്ടൻഷ്യലിൽ ബൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ അതിന്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. ഈ ക്വാണ്ടിസേഷൻ കണ്ടീഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് WKB അപ്രോക്സിമേഷന്റെ ഒരു പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ. ഇപ്പൊ അത്തരത്തിലുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ കാണുന്നത്. പൊട്ടൻഷ്യൽ വെൽ വിത്ത് 1 വെർട്ടിക്കൽ വോൾ, അതുപോലെ പൊട്ടൻഷ്യൽ വെൽ വിത്ത് നോ വെർട്ടിക്കൽ വോൾസ്. അപ്പൊ നമ്മുടെ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ആദ്യം നമ്മൾ നോക്കുന്ന പൊട്ടൻഷ്യൽ വെൽ വിത്ത് 1 വെർട്ടിക്കൽ വോൾ എന്നുള്ളതാണ്. അപ്പോൾ ഇമാജിൻ എ പൊട്ടൻഷ്യൽ വെൽ ദാറ്റ് ഹാസ് 1 വെർട്ടിക്കൽ സൈഡ്. വെർട്ടിക്കൽ സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദിസ് ഹാസ് ഇൻഫിനിറ്റ് ഹൈറ്റ്, റൈറ്റ്? അതായത് ഈ റീജിയൻ ക്ലാസിക്കലി ഫോർബിഡൻ, ക്ലാസിക്കലി അല്ല, ക്വാണ്ടം മെക്കാനിക്കലി ഫോർബിഡൻ ആണ്. ദിസ് റീജിയൻ ഇസ് കംപ്ലീറ്റ്ലി ഫോർബിഡൻ. പാർട്ടിക്കിളിനെ ആക്സസ് ചെയ്യാവുന്ന, ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാവുന്ന റീജിയൻ എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള റീജിയൻ ആണ്. അതാണ് വെർട്ടിക്കൽ വോൾ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ലെഫ്റ്റ് x=0 ഒരു വെർട്ടിക്കൽ വോൾ ആണുള്ളത്, റൈറ്റ്? അതുപോലെ പൊട്ടൻഷ്യലിന്റെ ഫോം ഒരു സ്ലോലി വേരിയിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യലാണ്. WKB അപ്രോക്സിമേഷൻ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ലോലി വേരിയിങ് പൊട്ടൻഷ്യലാണ്. ഈ രണ്ട് വെർട്ടിക്കൽ വോളുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടിരുന്നു. അത് നമ്മൾ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന പ്രോബ്ലം ആണ്. ഓക്കെ, അതിന്റെ എനർജി ക്വാണ്ടിസേഷൻ കണ്ടീഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽ വെൽ വിത്ത് 1 വെർട്ടിക്കൽ വോൾ, റൈറ്റ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റത്തിന്റെ ക്വാണ്ടിസേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ എനർജി ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക, എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിളിന്റെ എനർജി, ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ എനർജിയാണ്. ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് എനർജി, റൈറ്റ്? ദിസ് ഇസ് ദ ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ്. x2 എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ ടേണിംഗ് പോയിന്റ് ആണ് ഉള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബൗണ്ട് സ്റ്റേറ്റിലായിരിക്കുന്ന അല്ലെ ബൗണ്ട് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട എനർജി വാല്യൂസ് ആണ്, റൈറ്റ്? അതായത് ഇതിന്റെ ഉള്ളിൽ, റൈറ്റ്? സോ വി ഇമാജിൻ ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് trapped within this potential. Right? There could be a probability of finding it outside, but we are worried about the particle inside. A potential well. Okay, this is a kind of a potential well. This is trapped ആയിരിക്കുന്ന, അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം ആയിട്ട് ബന്ധപ്പെട്ട ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ റീജിയനിലുള്ള WKB വേവ് ഫംഗ്ഷൻ എടുക്കുക, റൈറ്റ്? അതായത് x=0യുടെയും x=x2ന്റെ ഇടയിലുള്ള WKB വേവ് ഫംഗ്ഷൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു വെർട്ടിക്കൽ വോൾ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് at the vertical wall the wave function has to be 0. ഇതൊരു ബൗണ്ടറി കണ്ടീഷൻ ആണ്. വെർട്ടിക്കൽ വോളിന്റെ അവിടെ വേവ് ഫംഗ്ഷൻ 0 ആയിരിക്കണം. കാരണം ഇതിന്റെ ഇങ്ങോട്ട് വേവ് ഫംഗ്ഷൻ 0 ആണ്, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വേവ് ഫംഗ്ഷൻ 0 ആണ്. സോ അറ്റ് ദ വെർട്ടിക്കൽ വോൾ ദ വേവ് ഫംഗ്ഷൻ ഹാസ് ടു ബി 0. ദിസ് ഇസ് എ ബൗണ്ടറി കണ്ടീഷൻ. ഈ ബൗണ്ടറി കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്വാണ്ടിസേഷൻ കണ്ടീഷൻ കിട്ടും. റൈറ്റ്? അത് നമ്മൾ കാണാൻ പോകുന്നു. റൈറ്റ്, അപ്പൊ കണക്ഷൻ ഫോർമുല നമ്മൾ WKB വേവ് ഫംഗ്ഷൻ ഇങ്ങനെയാണ് എഴുതിയത്. ഓക്കെ, ഒരു ഓസിലേറ്ററി പാർട്ടും ഒരു എക്സ്പൊണൻഷ്യലി ഡിക്രീസിംഗ് പാർട്ടും ആണ് ഉള്ളത്. ഓസിലേറ്ററി പാർട്ട് ആൻഡ് ആൻ എക്സ്പൊണൻഷ്യലി ഡിക്രീസിംഗ് പാർട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ x<x2 ആണ് അലൗഡ് റീജിയൻ, ക്ലാസിക്കലി അലൗഡ് റീജിയൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ റീജിയൻ. x>x2 എന്ന് പറയുന്നത് ക്ലാസിക്കലി ഫോർബിഡൻ റീജിയൻ ആണ്. ഇനി നമ്മൾ ചെയ്യുന്ന ബൗണ്ടറി കണ്ടീഷൻ ψ=0 എന്നുള്ളത് ഇമ്പോസ് ചെയ്യാണ്. ഈ ബൗണ്ടറി കണ്ടീഷൻ ഡിമാൻഡ് ചെയ്യണം. ഈ ബൗണ്ടറി കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാണ് ഈ വേവ് ഫംഗ്ഷനിൽ. റൈറ്റ്? വി ഡിമാൻഡ് ദാറ്റ് ദ വേവ് ഫംഗ്ഷൻ ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദിസ് ബൗണ്ടറി കണ്ടീഷൻ. റൈറ്റ്? അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന x എന്നുള്ള ഇവിടെ 0 ആണ്, റൈറ്റ്? സോ 1/h ക്രോസ് ഇന്റഗ്രൽ 0 to x2 p of x dx plus pi/4. റൈറ്റ്? അതായത് നമ്മൾ x=0 ഇടുകയാണെങ്കിൽ ഈ വേവ് ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കണം. Okay, so these are constants. So x=0 wave function value 0 ആണെങ്കിൽ that means that sin ന്റെ ആർഗ്യുമെന്റ് എപ്പോഴാണ് sin x 0 ആണ്, x=nπ ആകുമ്പോൾ, റൈറ്റ്? അതുകൊണ്ടാണ് sin ന്റെ ആർഗ്യുമെന്റ് nπ ആകണം എന്ന് പറയുന്നത്, റൈറ്റ്? So the boundary condition ψ=0 means that this condition is satisfied. Alright, ഇതാണ് quantization condition. We are done. Alright, so we should have integral 0 to x2 p of x dx equal to n-1/4 pi h cos. Okay, ഇതിനെ just rearrange ചെയ്തു എന്ന് മാത്രം. As an example for a potential well with one vertical wall, we can consider the half harmonic oscillator. Half harmonic oscillator എന്ന് പറഞ്ഞ ഇതാണ്. At x=0, you have got a rigid wall, and for x>0, it's just the harmonic oscillator potential. Okay, a particle in x<0 എന്നുള്ള region accessible അല്ല. The potential is infinite here, and for x>0, it's simply the usual harmonic oscillator potential. Okay,
Full harmonic oscillator potential ആണെങ്കിൽ it would be something like that. The potential well would be something like that. Alright. അപ്പോൾ ഇവിടെ നമുക്കുള്ള potential well ഒരു സൈഡിൽ റിജിഡ് വോളും on the other side we have got the harmonic oscillator potential. അപ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻ ഇതാണ്. V of x equal to half m omega square x square for x greater than 0 and it is infinite otherwise. Alright, it is infinite otherwise. അപ്പോൾ ഇതിന്റെ ടേണിംഗ് പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി പറയുന്ന എനർജിയാണ്. അപ്പോൾ എനർജിയുടെ ടേംസിൽ നമുക്ക് ടേണിംഗ് പോയിന്റ് കണ്ടുപിടിക്കാം. ടേണിംഗ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടേണിംഗ് പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. E is equal to V of x2. x2 എന്നുള്ളതാണ് ടേണിംഗ് പോയിന്റ് എങ്കിൽ E has to be equal to V of x2 at the turning point. Or V of x2 has to be equal to E at the turning point. Right? Or V of x has to be equal to E at the turning point. Alright, അപ്പോൾ ആ കണ്ടീഷനാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. E is equal to half m omega square x2 square. From this we can find x2 is equal to square root of 2e by m omega square. Alright, അപ്പോൾ നമ്മുടെ സിസ്റ്റം ഇതാണ്. We have got a particle, alright, which is in this potential well. Alright, ഈ potential wellലുള്ള എനർജി E എന്നുള്ളൊരു പാർട്ടിക്കിൾ ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇതിന്റെ ക്ലാസിക്കലി അലൗഡ് റീജിയൻ നമുക്ക് ആവശ്യം നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ക്വാണ്ടിസേഷൻ കണ്ടീഷൻ ആണ്. How are the energies quantized? Okay, അപ്പോൾ ഇതിന്റെ ക്ലാസിക്കലി അലൗഡ് റീജിയനിലുള്ള WKB വേവ് ഫംഗ്ഷൻ നമുക്ക് എടുക്കാം. Alright, classically allowed regional WKB wave function എടുക്കും. നമുക്ക് P of x കാൽക്കുലേറ്റ് ചെയ്യണം. So P of x is equal to square root of 2m e minus v. Alright, square root of 2m e minus v. അതാണ് P of x ന്റെ ക്ലാസിക്കൽ മൊമെന്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോക്കൽ മൊമെന്റം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. Alright, അപ്പോൾ ഇവിടെ നമ്മൾ classically allowed regionിലുള്ള പൊട്ടൻഷ്യൽ half m omega square x square ആണ്. So this is P of x in the classically allowed region. Alright, you can pull an m square omega square out of the integral and write this as m omega square root of x2 square minus x square. Right, അപ്പോൾ ഇവിടെ x2 square എന്ന് പറയുന്നത് square root of 2e by m omega square ആണ്. ഇവിടുന്ന് ഒരു m square omega square square root നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി വരുന്ന ടേം 2e by m omega square എന്നുള്ള ടേം ആണ്. റൈറ്റ്, അതുകൊണ്ടാണ് x2 square minus x square എന്ന് എഴുതുന്നത്. ഇനി നമുക്ക് ക്ലാസിക്കൽ റീജിയനിലുള്ള WKB വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റി ഇന്റഗ്രൽ 0 to x2 അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് x0 to turning point P of x dx ആണ്. So you just integrate this m omega square root integral 0 to x2 square root of x2 square minus x square. Right, now this integral is not very difficult. One way to do that is to use this substitution. Right, you make the substitution x equal to x2 sin theta. So x2 square minus x square, it comes in terms of cos theta, and then you can simplify that. Integrals in the steps നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. And the final answer is, after integrating it, pi e divided by 2 omega. അതായത് integral 0 to x2 P of x dx is equal to pi e divided by 2 omega. Right, നമ്മൾ ക്വാണ്ടിസേഷൻ കണ്ടീഷൻ ഓൾറെഡി കണ്ടു. വൺ വെർട്ടിക്കൽ വോൾ ഉള്ള പൊട്ടൻഷ്യലിന്റെ കേസിലുള്ള ക്വാണ്ടിസേഷൻ കണ്ടീഷൻ നമ്മൾ കണ്ടു. ഇറ്റ് സേസ് ദാറ്റ് ഇന്റഗ്രൽ 0 to x to P of x dx is equal to, we had it here, is equal to n minus 1 by 4 pi h cross. Right, അപ്പോൾ ഇന്റഗ്രൽ 0 to x2 P of x dx എന്ന് പറയുന്നത് pi e divided by 2 omega ആണ്. ഹാർമോണിക് ഓസിലേറ്റർ, ഹാഫ് ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യലിന്റെ കേസിൽ. So you substitute this in the quantization condition that we got, and pi e n by 2 omega is equal to n minus 1 by 4 pi h cross. Okay, so ഇതിൽ നിന്ന് നമുക്ക് en നെ സോൾവ് ചെയ്യാം, and you see that en is equal to 2n minus half h cross omega. Right, ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഇതിന്റെ എക്സാക്ട് അലൗഡ് എനർജീസും കൂടിയാണ്. നമ്മൾ WKB അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ച എനർജീസ്. ഓക്കെ, എനർജി ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് അലൗഡ് എനർജീസ് തന്നെയാണ്. എക്സാക്ട് അലൗഡ് എനർജീസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ, ദിസ് ഇസ് ജസ്റ്റ് ദ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം. റൈറ്റ്, ഇത് നമ്മുടെ യൂഷ്വൽ ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം തന്നെയാണ്. അവിടെ ഒരു എക്സ്ട്രാ കണ്ടീഷൻ psi ഓഫ് 0 ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഓഡ് വേവ് ഫംഗ്ഷൻസ് മാത്രമേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ഇറ്റ് വുഡ് ബി സംതിങ് ലൈക്ക് x raised to minus alpha x square. Right, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ wave function, harmonic oscillator first excited state in the wave function, it will be of this form. Right? There are other terms, but it will be of this form. This goes to 0. അതായത് ഈ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫുൾ ഹാർമോണിക് ഓസിലേറ്റർ സൊല്യൂഷനിൽ ഈ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ആൻഡ് ദേ കറസ്പോണ്ട് ടു n equal to odd. നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ സൊല്യൂഷനിൽ n equal to odd കറസ്പോണ്ട് ചെയ്യുന്ന എനർജീസ് n plus half,
h cos omega n equal to odd energies മാത്രം എടുക്കുകയാണെങ്കിൽ you get exactly this. Alright, so this is the way to calculate it exactly. അപ്പോൾ നമുക്ക് WKB approximation ഉപയോഗിച്ച് ഇവിടെ ചെയ്തിട്ട് കിട്ടിയത് ആക്ച്വൽ റിസൾട്ട് തന്നെയാണ്. ഹാർമോണിക് ഓസിലേറ്ററിന്റെ എക്സാക്ട് റിസൾട്ട് തന്നെയാണ്. ഹാഫ് ഹാർമോണിക് ഓസിലേറ്ററിന്റെ എക്സാക്ട് റിസൾട്ട് തന്നെയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ കണക്ഷൻ ഫോർമുല ഡിറൈവ് ചെയ്തത് പൊട്ടൻഷ്യൽ വിത്ത് ആൻ അപ്വേർഡ് സ്ലോപ്പ്. റൈറ്റ്, ഇവിടെ നമ്മൾ ടേണിംഗ് പോയിന്റിൽ നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യലിന്റെ സ്ലോപ്പ് അപ്വേർഡ് ആണ്, അല്ലെങ്കിൽ വി പ്രൈം ഓഫ് 0 is greater than 0. റൈറ്റ്, വി പ്രൈം ഓഫ് 0 is greater than 0. ഈ കണ്ടീഷനിലാണ് നമുക്ക് WKB വേവ് ഫംഗ്ഷൻ, ഫുൾ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കണക്ഷൻ ഫോർമുല ഒക്കെ ഉപയോഗിച്ച്. റൈറ്റ്, നമ്മൾ ഈ രീതിയിൽ ഒരു വേർട്ടിക്കൽ വോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, രണ്ട് ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ഈ രീതിയിലൊരു ഉദാഹരണത്തിന് ഹാർമോണിക് ഓസിലേറ്റർ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് ടേണിംഗ് പോയിന്റ്സ് ഉണ്ടാവും. ഒന്ന് x1 മറ്റൊന്ന് x2. റൈറ്റ്, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വി പ്രൈം ഓഫ് x1 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ വി പ്രൈം ഓഫ് x1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഈ കേസിലുള്ള കണക്ഷൻ ഫോർമുലയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതേ രീതിയിലുള്ള കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ പോയിന്റിന് കറസ്പോണ്ട് ചെയ്യുന്ന കണക്ഷൻ ഫോർമുലയും നമുക്ക് കണ്ടുപിടിക്കാം. റൈറ്റ്, അതായത് ഈ പോയിന്റിന് അപ്പുറത്തുള്ള WKB വേവ് ഫംഗ്ഷൻസിനെ കണക്ട് ചെയ്യുന്ന കണക്ഷൻ ഫോർമുലാസും അതിൽ നിന്ന് ഫുൾ WKB വേവ് ഫംഗ്ഷനും നമുക്ക് കണ്ടുപിടിക്കാം. റൈറ്റ്, അതിന്റെ സ്റ്റെപ്സ് വളരെ സിമിലർ ആണ്. അപ്പോൾ ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ x1 ആയിരിക്കും ക്ലാസിക്കലി അലൗഡ് റീജിയൻ. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ x1 ആയിരിക്കും ക്ലാസിക്കലി അലൗഡ് റീജിയൻ. നമ്മൾ ഈ ടേണിംഗ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ വി പ്രൈം ഓഫ് x1 ഓർ വി പ്രൈം ഓഫ് x2 ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ക്ലാസിക്കലി അലൗഡ് റീജിയൻ എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ x2 എന്നുള്ളതാണ്. റൈറ്റ്, അതായത് ഡൗൺവേർഡ് സ്ലോപ്പ് ആണെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് ഫിസിക്കലി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഡൗൺവേർഡ് സ്ലോപ്പ് ആണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ടേണിംഗ് പോയിന്റിന്റെ ഡൗൺവേർഡ് സ്ലോപ്പ് ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ x1 ആണ്, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ ക്ലാസിക്കലി അലൗഡ് റീജിയൻ. റൈറ്റ്, അതേസമയം അപ്വേർഡ് സ്ലോപ്പ് ആണെങ്കിൽ എക്സ് ലെസ് ദാൻ x2. റൈറ്റ്, എക്സ് ലെസ് ദാൻ x2 എന്നുള്ള പോയിന്റ് ആണ്, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ x2 എന്നുള്ള റീജിയൻ ആണ് ക്ലാസിക്കലി അലൗഡ് റീജിയൻ. റൈറ്റ്, ബാക്കി സൊല്യൂഷൻസ് ഒക്കെ എക്സാക്ട്ലി സെയിം ആയിട്ടാണ് വരുന്നത്. റൈറ്റ്, ഇപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ വി പ്രൈം ഓഫ് 0, വി പ്രൈം ഓഫ് x2 പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് എഴുതിയതാണ്. എക്സ് ലെസ് ദാൻ x2 നമുക്ക് ക്ലാസിക്കലി അലൗഡ് റീജിയൻ ആണ്, അവിടെയുള്ള ഓസിലേറ്റർ സൊല്യൂഷൻ കിട്ടും. എക്സ് ഗ്രേറ്റർ ദാൻ x2 എന്ന് പറയുന്ന ഫോർബിഡൻ റീജിയൻ ആണ്, അവിടെ നമുക്ക് എക്സ്പൊണൻഷ്യൽ സൊല്യൂഷൻ കിട്ടും. റൈറ്റ്, എക്സ്പൊണൻഷ്യലി ഡിക്രീസിങ് സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇതേ രീതിയിൽ നമുക്ക് രണ്ടാമത്തെ കേസിലും കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്, അതായത് വി പ്രൈം ഓഫ് x1 ലെസ് ദാൻ 0, ഡൗൺവേർഡ് സ്ലോപ്പ്, പൊട്ടൻഷ്യലിന്റെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. റൈറ്റ്, അപ്പോൾ പൊട്ടൻഷ്യലിന്റെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ദിസ് വിൽ കോൾ ഇറ്റ് ആസ് x1. റൈറ്റ്, ദിസ് വിൽ ബി കോൾഡ് ആസ് x1 ടേണിംഗ് പോയിന്റ് വിത്ത് പാർട്ടിക്കിൾ വിത്ത് എനർജി E. റൈറ്റ്, അപ്പോൾ ഇവിടെയുള്ള ക്ലാസിക്കലി അലൗഡ് റീജിയൻ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ x2 എന്നുള്ളതാണ്. ഓക്കെ, ഈ റീജിയൻ not x2, x1, x greater than x1 എന്നുള്ള റീജിയൻ ആണ് ക്ലാസിക്കലി അലൗഡ് റീജിയൻ. അപ്പോൾ ക്ലാസിക്കലി അലൗഡ് റീജിയന് കറസ്പോണ്ട് ചെയ്ത് നമുക്ക് ഓസിലേറ്ററി സൊല്യൂഷൻ സൈൻ എന്നുള്ള രീതി കിട്ടും. ഇതിന്റെ ഫോം നമ്മൾ വേറൊരു കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ 2d പ്രൈം ബൈ സ്ക്വയർ റൂട്ട് ഓഫ് p of x സൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ ക്ലാസിക്കലി അലൗഡ് റീജിയൻ നോക്കുകയാണെങ്കിൽ, ഇവിടെ ക്ലാസിക്കലി അലൗഡ് റീജിയൻ എക്സ് ഗ്രേറ്റർ ദാൻ x1 ആണെന്നുള്ളത് ശരിയാണ്. പക്ഷേ രണ്ട് കേസിലും ക്ലാസിക്കലി അലൗഡ് റീജിയൻ നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻസ് ലുക്ക് എക്സാക്ട്ലി ദ സെയിം. Alright, ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഫ്രം x ടു x2 എന്നാണ് നമ്മൾ എഴുതിയത്. കാരണം x2ന്റെ മാക്സിമം വാല്യൂ ആണ്, എക്സിന്റെ മാക്സിമം വാല്യൂ ആണ് x2. അതേസമയം ഇവിടെ ഉള്ളത് x1 ടു x. റൈറ്റ്, കാരണം x1 എന്ന് പറയുന്നത് എക്സിന്റെ മിനിമം വാല്യൂ ആണ്. റൈറ്റ്, ഈ ഒരു ഡിഫറൻസ് മാത്രം നോക്കുകയാണെങ്കിൽ ബാക്കി എന്റെ സൊല്യൂഷന്റെ ഫോം എക്സാക്ട്ലി സെയിം ആണ്. So this is easy to remember. Alright, ഇത് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിലുള്ള സ്റ്റെപ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. വി പ്രൈം ഓഫ് x1 ലെസ് ദാൻ 0 എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ കണക്കിലെടുത്താൽ മതി. The rest is just fine. Okay, നമ്മൾ സൊല്യൂഷന്റെ ഫോം മറ്റേതുമായിട്ട് എക്സാക്ട്ലി സെയിം ആണ്. ഈ ലിമിറ്റ് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ x1 ക്ലാസിക്കലി അലൗഡ് റീജിയൻ എങ്കിൽ ഇവിടുത്തെ ലോവർ ലിമിറ്റ് x1 ആണ്. ഇവിടുത്തെ ലോവർ ലിമിറ്റ് x1 ആണ്. കാരണം ക്ലാസിക്കലി അലൗഡ് റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത്
x1-ലാണ്. റൈറ്റ്? അതേസമയം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ x2-ലാണ്, അല്ല, എക്സ് ലെസ് ദാൻ x2-ലാണ് ക്ലാസിക്കലി അലൗഡ് റീജിയൻ. എക്സ് ലെസ് ദാൻ x2-ലാണ് ക്ലാസിക്കലി അലൗഡ് റീജിയൻ. അതായത് ക്ലാസിക്കലി അലൗഡ് റീജിയൻ എൻഡ് ചെയ്യുന്നത് x2 എന്നുള്ള പോയിന്റിലാണ്. റൈറ്റ്? സോ ദി ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ആർ x to x2, x from starting from x up to x2. Alright? ബാക്കിയെല്ലാം എക്സാക്ട്ലി സിമിലർ ആണ്. ഇവിടെ d എന്നുള്ളതിന് പകരം ഇവിടെ d പ്രൈം ആണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രം. Right? In the same way we can also compare this part. Right? This is classically allowed. അതുപോലെ classically forbidden region-ഉം ഇതുപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാം. Right? That's just a way to remember this if you like. Right? ഇനി ഈ പ്രോബ്ലം ഉപയോഗിച്ച് ഈ ഒരു കണക്ഷൻ ഫോർമുലയും കൂടി ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. പൊട്ടൻഷ്യൽ വെൽ വിത്ത് നോ വെർട്ടിക്കൽ വോൾ, അതായത് റിജിഡ് വോൾസ് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ സംതിങ് ലൈക്ക് ഹാർമോണിക് ഓസിലേറ്റർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ വെല്ലിൽ ട്രാപ്ഡ് ആയിരിക്കുന്ന പാർട്ടിക്കിളിന്റെ എനർജി ക്വാണ്ടിസേഷൻ എങ്ങനെയാണ്, പറ്റില്ല, ക്വാണ്ടിസേഷൻ കണ്ടീഷൻ എങ്ങനെയാണ്, എനർജി ഐഗൺ വാല്യൂസ് എങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഐഡിയ ഇതാണ്. നമ്മുടെ ഇപ്പൊ ഇതാണ് അപ്വേർഡ് സ്ലോപ്പിംഗ് പൊട്ടൻഷ്യൽ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിലുണ്ട്. ഓക്കെ, ഇതാണ് അപ്വേർഡ് സ്ലോപ്പിംഗ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റിൽ പോസിറ്റീവ് സ്ലോപ്പുള്ള പൊട്ടൻഷ്യൽ. ഇത് ടേണിംഗ് പോയിന്റിൽ നെഗറ്റീവ് സ്ലോപ്പുള്ള പൊട്ടൻഷ്യൽ. ഇത് രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ ഹാർമോണിക് ഓസിലേറ്റർ പോലുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വെൽ വിത്ത് നോ വെർട്ടിക്കൽ വോൾസ്. പൊട്ടൻഷ്യൽ വെൽ വിത്ത് നോ വെർട്ടിക്കൽ വോൾസ് എടുക്കുമ്പോൾ പൊട്ടൻഷ്യലിന്റെ പൊട്ടൻഷ്യൽ കർവിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് എന്താണ് ടേണിംഗ് പോയിന്റിന്റെ അവിടെ ഡൗൺവേർഡ് സ്ലോപ്പ് ഉള്ളതും മറ്റേത് ടേണിംഗ് പോയിന്റ് അവിടെ അപ്വേർഡ് സ്ലോപ്പ് ഉള്ളതും. അല്ലെങ്കിൽ വി പ്രൈം ഓഫ് x1, ഈ പോയിന്റിൽ വി പ്രൈം ഓഫ് x1 is less than 0, whereas in this case v prime of x2 is greater than 0. That's it. Alright, and we know the connection formulas, we can do it. Alright, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ക്വാണ്ടിസേഷൻ കണ്ടീഷൻ, ക്വാണ്ടിസേഷൻ കണ്ടീഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് WKB സൊല്യൂഷൻ ഉപയോഗിച്ച്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ഈ റീജിയനിലുള്ള ക്ലാസിക്കലി അലൗഡ് റീജിയനിലുള്ള വേവ് ഫംഗ്ഷൻ ആണ്. ക്ലാസിക്കലി അലൗഡ് റീജിയനിലുള്ള വേവ് ഫംഗ്ഷൻ ആണ്. ക്ലാസിക്കലി അലൗഡ് റീജിയനിലുള്ള വേവ് ഫംഗ്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ഒന്ന് എക്സ് ഗ്രേറ്റർ ദാൻ x1, എക്സ് ഗ്രേറ്റർ ദാൻ x1 എന്നുള്ള റീജിയനിലുള്ള സൊല്യൂഷൻ ഈ രീതിയിൽ എഴുതാം. അതേസമയം നമുക്ക് എക്സ് ലെസ് ദാൻ x2 എന്നുള്ളതിന്റെ സൊല്യൂഷൻ ഈ രീതിയിലും നമുക്ക് എഴുതാം. അതായത് ഒരേ റീജിയൻ ആണ് നമുക്കുള്ളത്, ഈ റീജിയൻ ആണുള്ളത്. ഈ റീജിയന് നമുക്ക് രണ്ട് സൊല്യൂഷൻസ് അല്ല രണ്ട് രീതിയിൽ സൊല്യൂഷൻസ്, വേവ് ഫംഗ്ഷൻ രണ്ട് രീതിയിൽ എഴുതാം. അപ്പോൾ ഈ രണ്ട് വേവ് ഫംഗ്ഷനും സെയിം ആയിരിക്കണം. ഒരേ റീജിയനുള്ള വേവ് ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ദീസ് ടു വേവ് ഫംഗ്ഷൻസ് ഹാവ് ടു ബി ദ സെയിം. അപ്പോൾ ഈ രണ്ട് കേസിലുള്ള വേവ് ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റീജിയനിൽ അതിനെ ഇക്വേറ്റ് ചെയ്യും. ബിക്കോസ് വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സെയിം റീജിയൻ. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്വാണ്ടിസേഷൻ കണ്ടീഷൻ ഡിറൈവ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. The problem is done. Let's see exactly how this is carried out. Okay. അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് ടു എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ടേണിംഗ് പോയിന്റ്. ഓക്കെ, റീജിയൻ നമുക്ക് വേണ്ടത് നമുക്കുള്ളത് ഈ രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യലാണ്. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ റൈറ്റിലേക്കുള്ള എക്സ് ഗ്രേറ്റർ ദാൻ x1-ലുള്ള സൊല്യൂഷൻ നോക്കാം. അത് ഈ സൊല്യൂഷനാണ്, ഡി പ്രൈമിന്റെ ടേംസിൽ നമ്മൾ എഴുതിയ സൊല്യൂഷനാണ്, എക്സ് ഗ്രേറ്റർ ദാൻ x1. ഓക്കെ, അപ്പോൾ ആ സൊല്യൂഷൻ ഞാൻ ഇങ്ങനെ എഴുതി 2d prime divided by square root of p of x sin 1 by h cos x1 to x p of x prime dx prime plus pi by 4. Alright, അതുപോലെ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഈ പൊട്ടൻഷ്യലിന്റെ ഇത് ടേണിംഗ് പോയിന്റ് ആണ്. Alright, this is x1, this is x2. ഇതിന്റെ ലെഫ്റ്റിലേക്കുള്ള സൊല്യൂഷൻ എക്സ് ലെസ് ദാൻ x2 എന്നുള്ള സൊല്യൂഷൻ നമുക്കറിയാം, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എഴുതുകയാണെങ്കിൽ 2d by square root of p of x sin 1 by h cos integral x2 p of x prime dx prime plus pi by 4. ഇനി എന്താണ്, ഇത് രണ്ടും ഒരേ റീജിയനുള്ള സൊല്യൂഷൻ ആണ്. സോ ദേ മസ്റ്റ് ബി ഈക്വൽ, വി ഹാവ് ടു ഇക്വേറ്റ് ദം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഇന്റഗ്രൽ x1 to x ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്യണം. അപ്പോൾ അതിന്റെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രൽ x1 to x p of x prime dx prime എന്നുള്ളതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇന്റഗ്രൽ x1 to x2 ആൻഡ് ദെൻ ഇന്റഗ്രൽ x2 to x. അപ്പോൾ ഫുൾ റേഞ്ച് കവർ ചെയ്തു, x1 to x2 ആൻഡ് x2 to x. അപ്പോൾ ഇതിന്റെ ലിമിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യണം. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ x1 to x2 p of x prime dx prime മൈനസ് ഇന്റഗ്രൽ x to x2 p of x prime dx prime.
നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. സൊല്യൂഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം. ഇനി ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ഫോമിൽ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇന്റഗ്രൽ x1 to x p of x prime dx prime എന്നുള്ളതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് സൈഡ് WKB എന്ന് പറയുന്നത് ഈ റീജിയനിൽ 2d പ്രൈം ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് p of x, അവിടെ ഒരു സ്ക്വയർ റൂട്ട് മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈൻ 1/h ക്രോസ്. റൈറ്റ്, ഇതിന് പകരം നമ്മൾ ഇതിവിടെ എഴുതുകയാണ്. ഓക്കെ, പ്ലസ് π/4 അങ്ങനെ തന്നെയുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, കാരണം ഇത് രണ്ടും ഒരേ റീജിയനിലുള്ള ഇക്വേഷൻ ആണ്. സോ യു ആർ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 5 വിത്ത് ഇക്വേഷൻ 7. വി ഹാവ് ജസ്റ്റ് ഇക്വേറ്റഡ് ദം. റൈറ്റ്, നമ്മൾ ഇതിനെ രണ്ടിനും ഇക്വേറ്റ് ചെയ്തു. റൈറ്റ്, ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യണം. റൈറ്റ്, അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, സോ വി ഹാവ് റിട്ടൺ ഇറ്റ് ഹിയർ. നമുക്ക് ഈ ആദ്യത്തെ ടേമിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഈ 1/h ക്രോസ് ഉള്ളിലേക്ക് എടുത്തു, ആൻഡ് ദെൻ വി ഹാവ് റീഅറേഞ്ച്ഡ്. ദാറ്റ്സ് ഓൾ. നമുക്ക് ഇതിനെ θ2, ഇതിനെ θ1 എന്ന് വിളിക്കാം. ഇത് സൈനിന്റെ ഉള്ളിലുള്ള ആർഗ്യുമെന്റ്സ് ആണ്. നമുക്ക് ഇതിനെ θ2 θ1 എന്ന് വിളിക്കാം. അതുപോലെ ഇതിനെ θ1 എന്ന് വിളിക്കാം, കാരണം ഇത് എക്സാക്ട്ലി 1/h ക്രോസ് ഇന്റഗ്രൽ x to x2 p of x prime dx prime plus π/4. ഇവിടെ ഉള്ളത് 1/h ക്രോസ് ഇന്റഗ്രൽ x to x2 p of x prime dx prime plus π/4. അപ്പോൾ ഇത് θ1 ആണെങ്കിൽ ഇതും θ1 ആണ്. റൈറ്റ്, സോ വി ഇക്വേറ്റ് ദം. ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി റൈറ്റ്, ഈ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ ഈ ടേമിനെ θ2, ഇതിനെ θ1, ഇതിനെയും θ1 എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. d prime sin θ2 minus θ1 is equal to d sin θ1. റൈറ്റ്, ദിസ് ഇസ് d prime p of x ഒക്കെ രണ്ട് സൈഡിലും പോകും. ബാക്കിയുള്ളത് d prime sin θ2 minus θ1 is equal to d sin θ1. നമ്മൾ നോക്കുകയാണെങ്കിൽ sin θ2 minus θ1 is equal to d sin θ1. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ സൈനിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് θ2ഉം θ1ഉം ഉണ്ട്. റൈറ്റ്, അതേസമയം റൈറ്റ് സൈഡിൽ സൈനിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് θ1 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ബിഹേവിയർ നമുക്ക് അറിയാവുന്ന ബിഹേവിയർ ആണ്. നമ്മൾ ഉദാഹരണത്തിന് sin nπ മൈനസ് θ1 എന്നുള്ള എടുക്കുകയെന്ന് കരുതുക. റൈറ്റ്, അപ്പോൾ ഈ ഫോമിൽ തന്നെയാണുള്ളത്, കാരണം sin nπ മൈനസ് θ1 എടുക്കുകയാണെങ്കിൽ sin nπ cos θ1 മൈനസ് cos nπ sin θ1. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ -1/n sin θ1 എഴുതാം, കാരണം cos nπ എന്ന് പറയുന്നത് -1/n ആണ്. ഇവിടെ ഒരു -1 ഉണ്ട്, സോ ഇതിനെ ഡിവൈഡഡ് ബൈ -1 എഴുതുകയാണെങ്കിൽ -1/n - 1 sin θ1 എന്ന് എഴുതാം. ഓക്കെ, where n takes values 1, 2, 3 etc. റൈറ്റ്, അപ്പോൾ ഇവിടെ sin nπ മൈനസ് θ1 എന്നുള്ള ഫോമിലാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ we know that it is solved. Right, this equation is solved if θ2 is nπ and d by d prime is -1/n - 1. Right, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ഇക്വേഷൻ സോൾവ്ഡ് ആണ്. Right, so the solution to this equation involves θ2 is equal to nπ and d by d prime equal to -1/n - 1. Right, അങ്ങനെയാണ് നമുക്ക് എക്സാക്ട്ലി ഈ ഇക്വേഷൻ തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ കാര്യമാണ്, θ2 is equal to nπ. Right, with n taking values 1, 2, 3 etc. ഇത് നമുക്ക് θ2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയ ഈ ഒരു ഇന്റഗ്രലിനെയാണ് നമ്മൾ θ2 എന്ന് എഴുതിയത്. 1/h ക്രോസ് ഈ ഇന്റഗ്രലിനെയാണ് നമ്മൾ θ2 എന്ന് എഴുതിയത്. സോ θ2 is equal to nπ means 1/h cross integral x1 to x2 p of x prime dx plus π/2 is equal to nπ. So we have the quantization condition. Right? അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, right, just take it to this side and simplify. You see that this is equal to n minus half pi h cross omega. അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ quantization condition കിട്ടി. Okay, for the case of a potential well with no vertical walls. All right, there are no vertical walls. It's just like a potential like this. Okay, a potential like this. അപ്പോൾ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള പാർട്ടിക്കിളിന്റെ ക്ലാസിക്കലി അലൗഡ് റീജിയനിലുള്ള അലൗഡ് എനർജീസ്, പോസിബിൾ എനർജീസിന്റെ ഒരു WKB അപ്രോക്സിമേഷൻ ഉപയോഗിച്ച് ഈ പോസിബിൾ എനർജീസിന്റെ ക്വാണ്ടിസേഷൻ കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിച്ചു. Alright, അപ്പോൾ പൊട്ടൻഷ്യലിന്റെ ഫോം അറിയാമെങ്കിൽ, okay, if you know the form of the potential, you find this p of x prime using the form of the potential, and then you have the quantization condition. Okay, right. This quantization condition determines the allowed energies for the typical case of a potential well with two sloping sides. All right, something like that. Right, slowly varying and two sloping sides. Right. നമുക്ക് ഇതുവരെ കിട്ടിയ റിസൾട്ട്സ് നമുക്ക് സമ്മറൈസ് ചെയ്ത് നോക്കാം. അതായത് 2 vertical walls, അതുപോലെ 1 vertical wall and no vertical wall.
2 vertical walls എന്ന് പറയുന്നത് നമ്മുടെ infinite square wave potential തന്നെയാണ്. 2 vertical walls. Alright, the particle is confined to this well. ഇവിടെ rigid walls ആണ്. 2 vertical walls. Okay. The 2 vertical walls in the case നമുക്ക് കിട്ടിയ കേസ് integral x1 to x2 p of x dx equal to n pi h cross. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഉദാഹരണത്തിന് ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ സോൾവ് ചെയ്യാം. ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ മാത്രമല്ല, ഇറ്റ് കുഡ് ബി ലൈക്ക് ദിസ്. റൈറ്റ്, ഇങ്ങനെ ഇതാണെങ്കിൽ ഇൻഫിനിറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, അതായത് ഇഫ് ദ പൊട്ടൻഷ്യൽ ഇസ് സീറോ എവരിവെയർ ഇൻസൈഡ്. റൈറ്റ്, അപ്പോൾ ഇവിടെ ഒരു സ്ലോലി വേരിയിങ് പൊട്ടൻഷ്യൽ ഉണ്ടാവാം, അഗൈൻ വിത്ത് 2 റിജിഡ് വോൾസ്. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇതേ ക്വാണ്ടിസേഷൻ കണ്ടീഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇന്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് ചെയ്യുന്ന സമയത്ത് ഈ പൊട്ടൻഷ്യലിന്റെ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Alright. Anyway, for 2 vertical walls, we get integral x1 to x2 p of x dx equal to n pi h cross. 1 vertical wall anengil, alright, you get integral p of x dx equal to n minus 1 by 4 pi h cross. No vertical walls. If there are no vertical walls, you get integral x1 to x2 p of x dx equal to n minus half pi h cross. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻസ് അല്ല. ഓക്കെ, ദിസ് ആർ ഈസി ടു റിമെമ്പർ ആൻഡ് ഇറ്റ് മേ ബി ഹെൽപ്ഫുൾ ഇൻ സോൾവിങ് സം ഓഫ് ദ പ്രോബ്ലംസ്. ഓക്കെ, അതായത് ഇതിന്റെ എല്ലാം ക്വാണ്ടിസേഷൻ കണ്ടീഷൻ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒന്ന് തന്നെയാണ്. ഇന്റഗ്രൽ ഇസ് ബിറ്റ്വീൻ ദ ടേണിംഗ് പോയിന്റ്സ് x1 to x2. x1 x2 ടേണിംഗ് പോയിന്റ്സ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം സെയിം ആണ്. റൈറ്റ് സൈഡിൽ ഇവിടെ n ആണ്. ഇതിൽ എന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ മാത്രമേ മാറ്റുള്ളൂ. ഈ കേസിൽ എന്നിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യേണ്ടത് 0 ആണ്. ഇവിടെ 1/4 ആണ്, ഇവിടെ 1/2 ആണ്. That's only difference. So these equations are easy to remember. Now, if you have a potential, right, if the potential is given, then you can just substitute that potential in here, because we know that P of x is equal to square root of 2m E minus V. Let's substitute in this, integrate this, and you get the necessary quantization condition. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തത്, ഈ ക്വാണ്ടിസേഷൻ കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിച്ചത് ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യാതെയാണ്. അതാണ് WKB മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ്. റൈറ്റ്, ഷ്രോഡിംഗർ ഇക്വേഷൻ ഡയറക്റ്റ്ലി സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് മിക്ക കേസുകളിലും ഇമ്പോസിബിൾ ആണ്. വളരെ കുറഞ്ഞ കേസസിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടുള്ളൂ. മിക്ക കേസിലും ഇത് പോസിബിൾ അല്ല. ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യാതെ തന്നെ നമുക്ക് ക്വാണ്ടിസേഷൻ കണ്ടീഷൻ കിട്ടി. റൈറ്റ്, ആകെ നമ്മൾ സോൾവ് ചെയ്യേണ്ട കാര്യം ഈ ഒരു ഇന്റഗ്രൽ ആണ്. This is the only integral we need to solve. If you integral ചെയ്യാൻ കഴിയുമെങ്കിൽ we have the quantization condition without even worrying about the wave function. And actual wave function എന്താണ്, ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ആക്ച്വൽ വേവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വറി ചെയ്യാതെ തന്നെ നമുക്ക് quantization condition കിട്ടും. So that's the importance of WKB approximation.